ഭീം, ജിപേ, ഫോൺപേ, പേടിഎം, ക്രെഡ് തുടങ്ങി UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സ്വകാര്യതയും വിവരസുരക്ഷയും കൂടുതൽ ഉറപ്പു നൽകുന്ന സുപ്രധാന മാറ്റങ്ങൾ സെപ്റ്റംബർ 4 മുതൽ പ്രാബല്യത്തിൽ വരും. ഡിജിറ്റൽ ഇടപാടുകൾ വേഗത്തിലും എളുപ്പത്തിലും നടത്താൻ UPI ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പേയ്മെന്റ് സംവിധാനമായി മാറിയ സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ പരമാവധി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ ഭാഗമായി UPI ഇടപാടുകളിൽ വ്യക്തിഗത വിവരങ്ങൾ അനാവശ്യമായി മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കുകൾക്കും UPI സേവനദാതാക്കൾക്കും വിശദമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ സ്വകാര്യത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഓൺലൈൻ തട്ടിപ്പുകൾ, സ്പാം കോളുകൾ, അനാവശ്യ സന്ദേശങ്ങൾ, വിവരച്ചോർച്ച എന്നിവ കുറയ്ക്കുന്നതിനും ഈ മാറ്റങ്ങൾ സഹായകമാകുമെന്നാണ് വിലയിരുത്തുന്നത്. പുതിയ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഫോൺ നമ്പർ മാസ്കിംഗ് സംവിധാനമാണ്. ഇതുവരെ UPI വഴി പണം അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ ഇടപാടുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ മുഴുവൻ മൊബൈൽ നമ്പറും ചില സാഹചര്യങ്ങളിൽ ദൃശ്യമാകുമായിരുന്നു. പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ നിങ്ങളുടെ പൂർണ്ണ ഫോൺ നമ്പർ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. നമ്പറിന്റെ അവസാന 4 അക്കങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്ന രീതിയിലായിരിക്കും വിവരങ്ങൾ കാണിക്കുക. രാജ്യത്ത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന QR കോഡ് അധിഷ്ഠിത പേയ്മെന്റുകളിലും പുതിയ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കും. കടകൾ, റെസ്റ്റോറന്റുകൾ, പെട്രോൾ പമ്പുകൾ, ആശുപത്രികൾ, ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധയിടങ്ങളിൽ QR കോഡ് സ്കാൻ ചെയ്ത് പണം നൽകുമ്പോൾ വ്യാപാരികളുടെ ആപ്പുകളിലോ ഇടപാട് വിവരങ്ങളിലോ നിങ്ങളുടെ മുഴുവൻ ഫോൺ നമ്പർ തെളിയില്ല. ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വിവരങ്ങൾ മാത്രമായിരിക്കും പ്രദർശിപ്പിക്കുക. ഇതിലൂടെ ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമായി നിലനിർത്താൻ സാധിക്കും. നിലവിൽ ഭൂരിഭാഗം ഉപഭോക്താക്കളും മൊബൈൽ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള UPI ഐഡികളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായി വ്യക്തിഗത ഫോൺ നമ്പർ ഉൾപ്പെടാത്ത യൂസർ നെയിം അടിസ്ഥാനമാക്കിയുള്ള UPI ഐഡികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനാണ് തീരുമാനം. ഭാവിയിൽ ഇത്തരം യൂസർ നെയിം അധിഷ്ഠിത ഐഡികളെ തന്നെ പല ആപ്പുകളിലും സ്ഥിരസ്ഥിതി തിരഞ്ഞെടുപ്പായി നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ അനാവശ്യമായി പുറത്തു പോകുന്നത് തടയുകയാണ് പുതിയ മാറ്റങ്ങളുടെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും ഡിജിറ്റൽ ഇടപാടുകൾക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് സ്പാം കോളുകളും പരസ്യ സന്ദേശങ്ങളും തട്ടിപ്പിനുള്ള ശ്രമങ്ങളും ഉണ്ടാകാറുണ്ട്. മൊബൈൽ നമ്പർ മറച്ചു കാണിക്കുന്ന സംവിധാനം നിലവിൽ വരുന്നതോടെ ഇത്തരം ദുരുപയോഗങ്ങൾ ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന സൈബർ കുറ്റവാളികൾക്കും ഇത് തിരിച്ചടിയാകും. പുതിയ സംവിധാനം നിലവിൽ വന്ന ശേഷം പണം അയക്കുമ്പോൾ ഫോൺ നമ്പർ പൂർണ്ണമായി കാണാൻ സാധിക്കില്ല. അതിനാൽ ഇടപാട് പൂർത്തിയാക്കുന്നതിന് മുൻപ് പണം ലഭിക്കുന്ന വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പേര് സ്ക്രീനിൽ ശരിയായി പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം പരിശോധിക്കണം. തെറ്റായ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നത് ഒഴിവാക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. സ്വകാര്യത കൂടുതൽ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങൾ ഉപയോഗിക്കുന്ന UPI ആപ്പിൽ ലഭ്യമായ യൂസർ നെയിം അടിസ്ഥാനമാക്കിയുള്ള UPI ID സൃഷ്ടിക്കുകയും അതിനെ പ്രധാന ഐഡിയായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കും. ഇതിലൂടെ ഇടപാടുകൾ നടത്തുമ്പോൾ വ്യക്തിഗത ഫോൺ നമ്പർ പങ്കുവെക്കേണ്ട സാഹചര്യം കുറയും. സെപ്റ്റംബർ 4 മുൻപായി നിങ്ങളുടെ മൊബൈലിലുള്ള ഭീം, ജിപേ, ഫോൺപേ, പേടിഎം, ക്രെഡ് തുടങ്ങിയ എല്ലാ UPI ആപ്പുകളും ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോർ വഴി ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിപ്പിക്കാൻ ഏറ്റവും പുതിയ പതിപ്പ് ഉപയോഗിക്കുന്നത് നിർണായകമാണ്. പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ആപ്പുകളിലും ബാങ്കുകളുടെ സംവിധാനങ്ങളിലും സ്വയമേവ നടപ്പാക്കുന്നതാണ്. ഇതിനായി ഉപഭോക്താക്കൾക്ക് യാതൊരു തരത്തിലുള്ള OTP, UPI പിൻ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ പങ്കുവെക്കേണ്ടതില്ല. പുതിയ അപ്ഡേറ്റിന്റെ പേരിൽ ഫോൺ വിളികളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ആരെങ്കിലും ഇത്തരം വിവരങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഉടൻ അവഗണിക്കണം. സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അപരിചിതരുമായി രഹസ്യ വിവരങ്ങൾ പങ്കിടുകയോ അരുത്. ബാങ്കുകളും NPCIയും UPI സേവനദാതാക്കളും ഒരിക്കലും ഉപഭോക്താക്കളോട് UPI പിൻ, OTP അല്ലെങ്കിൽ പാസ്വേഡ് ചോദിക്കില്ലെന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ്. പുതിയ സ്വകാര്യതാ പരിഷ്കാരങ്ങൾ UPI ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതവും വിശ്വാസയോഗ്യവും ഉപഭോക്തൃ സൗഹൃദവുമാക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഡിജിറ്റൽ പേയ്മെന്റുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പായാണ് ഈ മാറ്റങ്ങളെ വിദഗ്ധർ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.